പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിരച്ചൻ. വചനവായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഇന്ന് 348 ദിവസം. ഇന്നത്തെ വായനാഭാഗങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 27, എഫേസോസ് ലേഖനം അധ്യായങ്ങൾ 4 മുതൽ 6 വരെ, സുഭാഷിതങ്ങൾ അധ്യായം 29, വാക്യങ്ങൾ 22 മുതൽ 24 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 27. റോമായിലേക്ക് കപ്പൽ യാത്ര. ഞങ്ങൾ ഇറ്റലിയിലേക്ക് കപ്പൽ യാത്ര ചെയ്യണമെന്ന് തീരുമാനമുണ്ടായി. പൗലോസിനെയും മറ്റ് ചില തടവുകാരെയും സെബാസ്തെ സൈന്യവിഭാഗത്തിൻ്റെ ശതാധിപനായ ജൂലിയോസിനെ ഏൽപ്പിച്ചു. ഞങ്ങൾ അദ്രാമീത്തിയാത്തിൽ നിന്നുള്ള ഒരു കപ്പലിൽ കയറി. അത് ഏഷ്യയുടെ തീരത്തുള്ള തുറമുഖങ്ങളിലേക്ക് പോകാൻ തയ്യാറായിരുന്നു. തെസലോനിക്ക നിവാസിയായ മക്കദോനിയക്കാരൻ അരിസ്താർക്കോസും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ സിദോനിലിറങ്ങി. പൗലോസിനോട് ജൂലിയോസ് ദയാപൂർവം പെരുമാറുകയും സ്നേഹിതരുടെ അടുക്കൽ പോകുന്നതിനും അവരുടെ ആതിഥ്യം അനുഭവിക്കുന്നതിനും അനുവദിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചപ്പോൾ കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ സൈപ്രസിൻ്റെ മറപറ്റിയാണ് പോയത്. കിലിക്കിയായുടെയും പാംഫീലിയായുടെയും അടുത്തുള്ള സമുദ്രഭാഗങ്ങൾ കടന്ന് ഞങ്ങൾ ലിക്കിയായിലെ മീറായിലെത്തി. അവിടെ ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു അലക്സാണ്ട്രിയൻ കപ്പൽ കണ്ട് ശതാധിപൻ ഞങ്ങളെ അതിൽ കയറ്റി. ഞങ്ങൾ കുറേ ദിവസം മന്ദഗതിയിലും പ്രയാസപ്പെട്ടും യാത്ര ചെയ്ത് ക്നീദോസിനെതിരെ എത്തി. മുന്നോട്ടു പോകാൻ കാറ്റ് അനുവദിക്കാകയാൽ സൽമോനയുടെ എതിർവശത്തുകൂടെ ക്രേത്തയുടെ മറപറ്റി നീങ്ങി അതിൻ്റെ തീരത്തിനടുത്തുകൂടെ പ്രയാസപ്പെട്ട് കപ്പലോടിച്ച് ശുഭ തുറമുഖങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അതിനടുത്താണ് ലാസായിയ പട്ടണം. വളരെയേറെ സമയം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ കപ്പൽ യാത്ര ചെയ്യുന്നത് അപകടകരവുമായിരുന്നു. ഉപവാസകാലവും കടന്നുപോയിരുന്നു. പൗലോസ് അവരെ ഉപദേശിച്ചു, മാന്യരെ, നമ്മുടെ ഈ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെയും നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു. എന്നാൽ ശതാധിപൻ പൗലോസിൻ്റെ വാക്കുകളെയല്ല, കപ്പിത്താനെയും കപ്പലുടമയെയുമാണ് കണക്കിലെടുത്തത്. ആ തുറമുഖം ശീതകാലം ചെലവഴിക്കാൻ പറ്റിയതല്ലാത്തതിനാൽ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിയുമെങ്കിൽ ഫീനിക്സിലെത്തി ശീതകാലം അവിടെ കഴിക്കണമെന്ന് മിക്കവരും ആഗ്രഹം പ്രകടിപ്പിച്ചു. ക്രേത്തയിലെ ഈ തുറമുഖത്തിൻ്റെ വടക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും ഭാഗങ്ങൾ കടലിലേക്ക് തുറന്നു കിടന്നിരുന്നു. കൊടുങ്കാറ്റും കപ്പൽ നാശവും. തെക്കൻ കാറ്റ് മന്ദമായി വീശി തുടങ്ങിയപ്പോൾ തങ്ങളുടെ ഉദ്ദേശം സാധ്യതപ്രായമായി എന്ന ചിന്തയോടെ അവർ നങ്കൂരമുയർത്തി ക്രേത്തയുടെ തീരം ചേർന്ന് കപ്പലോടിച്ചു. എന്നാൽ പൊടുന്നനെ എവുറാക്കിലോ എന്ന് വിളിക്കപ്പെടുന്ന ചുഴലിക്കാറ്റ് അതിനെതിരെ ആഞ്ഞടിച്ചു. കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. കാറ്റിനെ എതിർത്ത് നിൽക്കാൻ കഴിയാത്തതിനാൽ ഞങ്ങൾ അതിന് വഴങ്ങിക്കൊടുത്ത് അതിൻ്റെ ഗതി അനുസരിച്ച് നീങ്ങി. കൗദ എന്ന് വിളിക്കപ്പെടുന്ന ചെറുദ്വീപിൻ്റെ മറപറ്റി ഓടുമ്പോൾ ക്ലേശിച്ച് രക്ഷാനൗക നിയന്ത്രണാധീനമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അവർ അതെടുത്തുയർത്തി കപ്പലിനോട് ചേർത്ത് കെട്ടിയുറപ്പിച്ചു. സിർത്തീസിൻ്റെ മണൽത്തിട്ടയിൽ കപ്പൽ ഉറച്ചു പോകുമോ എന്ന് ഭയപ്പെട്ട് കപ്പൽ പായകൾ താഴ്ത്തി. അങ്ങനെ കപ്പൽ നീങ്ങിക്കൊണ്ടിരുന്നു. അത് കൊടുങ്കാറ്റിൽപ്പെട്ട് ഉഗ്രമായി ആടിയുലഞ്ഞതിനാൽ അടുത്ത ദിവസം അവർ ചരക്കുകൾ കടലിലെറിഞ്ഞ് ഭാരം കുറച്ചു. 3-ാം ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പൽ പായകളും വലിച്ചെറിഞ്ഞു. കുറേ ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കൊടുങ്കാറ്റടിച്ചിരുന്നതിനാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന എല്ലാ പ്രതീക്ഷയും നശിച്ചു. ഏറെ ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ കഴിയേണ്ടി വന്നപ്പോൾ പൗലോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മനുഷ്യരെ, നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതായിരുന്നു. ക്രേത്തയിൽ നിന്ന് യാത്ര തിരിക്കാനേ പാടില്ലായിരുന്നു. എങ്കിൽ ഈ നഷ്ടവും അപകടവും ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കണമെന്ന് നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നു. കപ്പൽ തകർന്നു പോകുമെന്നല്ലാതെ നിങ്ങൾക്കാർക്കും ജീവഹാനി ഉണ്ടാവുകയില്ല. എന്തെന്നാൽ എൻ്റെ ഉടയവനും ഞാൻ ആരാധിക്കുന്നവനുമായ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, പൗലോസേ, നീ ഭയപ്പെടേണ്ട. സീസറിൻ്റെ മുമ്പിൽ നീ നിൽക്കുക തന്നെ വേണം. ഇതാ, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്ന എല്ലാവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. അതിനാൽ മനുഷ്യരെ, ധൈര്യത്തോടെ ഇരിക്കുവിൻ. കാരണം എന്നോട് പറഞ്ഞ പോലെ സംഭവിക്കുമെന്ന് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരു ദ്വീപിൽ ചെന്നു പറ്റേണ്ടത് ആവശ്യമാണ്. 14-ാമത്തെ അർദ്ധരാത്രിയിൽ
അദ്രിയാക്കടലിലൂടെ ഞങ്ങൾ ഒഴുകി നീങ്ങുമ്പോൾ അർദ്ധരാത്രിയോടെ തങ്ങൾ കരയെ സമീപിക്കുകയാണെന്ന് നാവികർക്ക് തോന്നി. അവർ ആഴം അളന്നപ്പോൾ 20 ആൾ താഴ്ചയെന്ന് കണ്ടു. കുറച്ചുകൂടി കഴിഞ്ഞ് വീണ്ടും അളന്നപ്പോൾ 15 ആൾ താഴ്ചയെന്ന് കണ്ടു. കപ്പൽ പാറക്കെട്ടിൽ ഉറച്ചുപോയെങ്കിലോ എന്ന് ഭയന്ന് അവർ അമരത്ത് നിന്ന് 4 നങ്കൂരങ്ങൾ ഇറക്കിയിട്ട് പ്രഭാതമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നാവികർ കപ്പലുപേക്ഷിച്ച് രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ട് കപ്പലിൻ്റെ അണിയത്ത് നിന്ന് നങ്കൂരമിറക്കാനെന്ന ഭാവേന രക്ഷാനൗക കടലിലിറക്കി. പൗലോസ് ശതാധിപനോടും ഭടന്മാരോടും പറഞ്ഞു, ഇവർ കപ്പലിൽ തന്നെ നിൽക്കുന്നില്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഭടന്മാർ രക്ഷാനൗകയുടെ കയർ മുറിച്ച് അത് കടലിലേക്കിറക്കി. പ്രഭാതമാകാറായപ്പോൾ ഭക്ഷണം കഴിക്കാൻ പൗലോസ് എല്ലാവരെയും പ്രേരിപ്പിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ 14 ദിവസമായി വീർപ്പുമുട്ടി ഒന്നും ഭക്ഷിക്കാതെ കഴിഞ്ഞു പോരുകയാണല്ലോ. അതിനാൽ ഭക്ഷണം കഴിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് രക്ഷയാകും. നിങ്ങളിൽ ആരുടെയും ഒരു തലമുടി പോലും നശിക്കുകയില്ല. ഇത് പറഞ്ഞിട്ടവൻ എല്ലാവരുടെയും മുമ്പാകെ അപ്പമെടുത്ത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചിട്ട് മുറിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി. അവർക്കെല്ലാം ഉന്മേഷമുണ്ടായി. അവരും ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ഞങ്ങളാകെ 276 പേരുണ്ടായിരുന്നു. മതിയാവോളം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഗോതമ്പ് കടലിലേക്കെറിഞ്ഞ് കപ്പലിന് ഭാരം കുറച്ചു. പ്രഭാതമായിട്ടും അവർ സ്ഥലം തിരിച്ചറിഞ്ഞില്ല. എങ്കിലും മണൽ തീരത്തോടുകൂടിയ ഒരു ഉൾക്കടൽ ശ്രദ്ധയിൽപ്പെട്ടു. കഴിയുമെങ്കിൽ അവിടെ കപ്പലടുപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അവർ നങ്കൂരങ്ങൾ അറുത്ത് കടലിൽ തള്ളി. പെട്ടെന്ന് ചുക്കാൻ ബന്ധിച്ചിരുന്ന കയറുകളും അയച്ചു. കാറ്റിനനുസരിച്ച് പായ ഉയർത്തിക്കെട്ടി തീരത്തേക്ക് തിരിച്ചു. ഇരുവശങ്ങളിലും കടലുള്ള ഒരു സ്ഥലത്തേക്ക് കയറി കപ്പൽ മണ്ണിലുറച്ച് നിശ്ചലമായി. അണിയം തറഞ്ഞ് ഇളക്കാൻ പറ്റാത്തതായി. അമരം തിരമാലകളുടെ ശക്തിയാൽ തകർന്നുപോയി. തടവുകാർ നീന്തി രക്ഷപ്പെടാതിരിക്കാൻ അവരെ കൊന്നുകളയണമെന്നായിരുന്നു ഭടന്മാരുടെ തീരുമാനം. പൗലോസിനെ രക്ഷിക്കണമെന്നാഗ്രഹിച്ച ശതാധിപൻ അവരെ ആ ഉദ്യമത്തിൽ നിന്ന് തടഞ്ഞു. നീന്താൻ കഴിവുള്ളവർ ആദ്യം ചാടിയും ബാക്കിയുള്ളവർ പലകകളിലോ കപ്പലിൻ്റെ കഷണങ്ങളിലോ പിടിച്ചും കരപറ്റാൻ അവൻ ആജ്ഞാപിച്ചു. അങ്ങനെ എല്ലാവരും സുരക്ഷിതരായി കരയിലെത്തി. എഫേസോസ് അധ്യായം 4. ഐക്യത്തിന് ആഹ്വാനം. ആകയാൽ കർത്താവിനു വേണ്ടി തടവുകാരനായിരിക്കുന്ന ഞാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന വിളിക്ക് യോഗ്യമായ വിധം ചരിക്കാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പൂർണ്ണവിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹത്തിൽ പരസ്പരം സഹിഷ്ണുത കാണിച്ച് സമാധാനത്തിൻ്റെ ബദ്ധതയിൽ ആത്മാവിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ ഉത്സുകരായിരിക്കുവിൻ. നിങ്ങളുടെ വിളിയുടെ ഏക പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ട പോലെ ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത്. ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു ജ്ഞാനസ്നാനം, സകലത്തിനും ഉപരിയായവനും സകലത്തിലൂടെയും സകലത്തിലുമായവനും സകലരുടെയും പിതാവും ദൈവവുമായ ഒരുവൻ. കൃപാവരങ്ങളുടെ വൈവിധ്യം. ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ബന്ധനത്തെ തന്നെയും ബന്ധിതമാക്കി. മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് അവരോഹണം ചെയ്തു എന്നല്ലേ. അവരോഹണം ചെയ്തവൻ തന്നെയാണ് എല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കും മേലെ ആരോഹണം ചെയ്തതും. അവൻ ചിലരെ അപ്പസ്തോലന്മാരും മറ്റു ചിലരെ പ്രവാചകന്മാരും വേറെ ചിലരെ സുവിശേഷകന്മാരും ഇനിയും ചിലരെ ഇടയന്മാരും പ്രബോധകന്മാരുമായി നിയമിച്ചു. വിശുദ്ധരുടെ സജ്ജീകരണത്തിനു വേണ്ടി, ശുശ്രൂഷയുടെ നിർവഹണത്തിനും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പരിപോഷണത്തിനുമാണിത്. നാം എല്ലാം വിശ്വാസത്തിൻ്റെയും ദൈവപുത്രനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും ഐക്യത്തിലേക്കും പരിപൂർണ മനുഷ്യനിലേക്കും ക്രിസ്തുവിൻ്റെ പൂർണ്ണാവസ്ഥയുടെ തലത്തിലേക്കും എത്തിച്ചേരുന്നതുവരെ ഇത് തുടരണം. മനുഷ്യരുടെ കുതന്ത്രങ്ങളുടെയും വഞ്ചനയുടെ പദ്ധതിയിലേക്ക് നയിക്കുന്ന പ്രബോധനങ്ങളുടെയും കാറ്റിലാടുകയും അങ്ങുമിങ്ങും ഉലയുകയും ചെയ്യുന്ന ശിശുക്കളെപ്പോലെ ഇനിമേൽ നമുക്കാകാതിരിക്കാം. പ്രത്യുത സ്നേഹത്തിൽ സത്യം മുറുകെ പിടിച്ചുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് നാം എല്ലാവിധത്തിലും വളരേണ്ടിയിരിക്കുന്നു. അവൻ വഴി ശരീരം മുഴുവൻ അതിൻ്റെ ഓരോ ഘടനക്രമത്തിലൂടെയും സമന്വയിക്കപ്പെടുകയും യോജിപ്പിക്കപ്പെടുകയും അങ്ങനെ അതിൽ തന്നെ സ്നേഹത്തിൽ പടുത്തുയർത്തപ്പെടുകയും ചെയ്യുന്നു. അതോരോ അംഗത്തിൻ്റെയും പ്രവർത്തന തോതനുസരിച്ച് ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ക്രിസ്തുവിൽ നവജീവിതം. അതിനാൽ ഇത് ഞാൻ പറയുകയും കർത്താവിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ജനതകൾ തങ്ങളുടെ മനസ്സിൻ്റെ ഭോഷത്വത്തിൽ ചരിക്കുന്ന പോലെ നിങ്ങൾ ചരിക്കരുത്. അവരുടെ അജ്ഞതയാൽ, ഹൃദയത്തിൻ്റെ കാഠിന്യത്താൽ മനസ്സിൽ അന്ധകാരം ബാധിച്ച്
ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അവർ അകറ്റപ്പെട്ടു. അവർ മനസ്സ് മരവിച്ച് എല്ലാ അശുദ്ധതകളുടെയും ചെയ്തികളിൽ ആർത്തിയോടെ മുഴുകാൻ ദുരാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. പക്ഷെ നിങ്ങൾ ഇപ്രകാരമല്ല ക്രിസ്തുവിനെപ്പറ്റി പഠിച്ചിരിക്കുന്നത്. സത്യം യേശുവിലാണെന്നതിനാൽ നിങ്ങൾ അവനെ ശ്രവിക്കുകയും അവനിൽ പ്രബോധിതരാവുകയും ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ ജീവിത രീതി അനുസരിച്ചുള്ളതും വഞ്ചനയുടെ ആസക്തികളാൽ കളങ്കിതവുമായ പഴയ മനുഷ്യനെ നിങ്ങളിൽ നിന്ന് ഉരിഞ്ഞു കളയുക. മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥ നീതിയിലും സത്യത്തിൻ്റെ വിശുദ്ധിയിലും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുക. വർജിക്കേണ്ട തിന്മകൾ. അതിനാൽ വ്യാജം വെടിഞ്ഞ ഓരോരുത്തരും അയൽക്കാരനോട് സത്യം സംസാരിക്കണം. കാരണം നാം പരസ്പരം അവയവങ്ങളാണ്. കോപിക്കാം, പക്ഷേ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപത്തിൽ സൂര്യൻ അസ്തമിക്കാതിരിക്കട്ടെ. പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. മോഷ്ടാവിനുമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ. പ്രത്യുത ഒന്നുമില്ലാത്തവനുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും വേണ്ടതിന് അവൻ സ്വകരങ്ങളാൽ നല്ലത് ചെയ്തുകൊണ്ട് അധ്വാനിക്കട്ടെ. ദുഷിച്ച വാക്കൊന്നും നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ. എന്നാൽ കേൾവിക്കാർക്ക് കൃപ ലഭിക്കുന്നതിന് അവസരോചിതമായി പരിപോഷണത്തിനുതകുന്ന നല്ലത് മാത്രം ഉണ്ടാകട്ടെ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. സകല കയ്പും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടട്ടെ. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമ കാണിച്ചതുപോലെ നിങ്ങളും പരസ്പരം ദയയുള്ളവരും അനുകമ്പയുള്ളവരും അന്യോന്യം ക്ഷമിക്കുന്നവരും ആയിരിക്കുവിൻ. എഫേസോസ് അധ്യായം 5. ദൈവത്തെ അനുകരിക്കുക. ആകയാൽ നിങ്ങൾ വത്സല മക്കളെപ്പോലെ ദൈവത്തിൻ്റെ അനുകർത്താക്കളായിരിക്കുവിൻ. ക്രിസ്തു നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി ദൈവത്തിന് സ്വരബല കാഴ്ചയും ബലിയുമായി തന്നെ സമർപ്പിക്കുകയും ചെയ്ത പോലെ നിങ്ങളും സ്നേഹത്തിൽ ചരിക്കുവിൻ. വിശുദ്ധർക്ക് യോജിച്ച പോലെ നിങ്ങൾക്കിടയിൽ വ്യഭിചാരവും ഒരുവിധ അശുദ്ധിയും അത്യാഗ്രഹവും പരാമർശിക്കപ്പെടുക പോലും അരുത്. മ്ലേച്ഛതയോ വ്യർത്ഥഭാഷണമോ ചാബല്യമോ അല്ല, പ്രത്യുത കൃതജ്ഞതാസ്തോത്രമാണ് സമുചിതം. കാരണം ഒരു വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും, അതായത് വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമുണ്ടായിരിക്കുകയില്ലെന്ന് നിശ്ചയമായും അറിഞ്ഞുകൊള്ളുവിൻ. ആരും നിങ്ങളെ വ്യർത്ഥമായ വാക്കുകൾ കൊണ്ട് വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. അതിനാൽ നിങ്ങൾ അവരുടെ പങ്കുകാരായിരിക്കരുത്. കാരണം ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ പ്രകാശമത്രേ. പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ ചരിക്കുവിൻ. എന്തെന്നാൽ പ്രകാശത്തിൻ്റെ ഫലം സർവ്വ നന്മയിലും നീതിയിലും സത്യത്തിലുമാണ്. കർത്താവിന് പ്രസാദകരമായതെന്തെന്ന് വിവേചിച്ചറിയുവിൻ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവൃത്തികളിൽ നിങ്ങൾ പങ്കുചേരരുത്. പകരം അവയെ കുറ്റം വിധിക്കുവിൻ. കാരണം അവർ രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് പോലും ലജ്ജാകരമാണ്. പ്രകാശത്താൽ വെളിപ്പെടുത്തുന്നവയെല്ലാം ദൃശ്യമാകുന്നു. കാരണം ദൃശ്യമാകുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്: ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ ബുദ്ധിഹീനരെ പോലെയല്ല, ബുദ്ധിമാന്മാരെ പോലെ നടക്കാൻ ശ്രദ്ധിക്കുവിൻ. സമയം പ്രയോജനപ്പെടുത്തുക, എന്തെന്നാൽ ഇത് തിന്മയുടെ ദിനങ്ങളാണ്. ആകയാൽ ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കുവിൻ. വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകാതിരിക്കുവിൻ, അതിൽ ദുരാസക്തിയുണ്ട്. പ്രത്യുത ആത്മാവാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണത്തിലേർപ്പെട്ട് ആലാപനങ്ങളാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനെയും പ്രതി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവപിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ഭാര്യാഭർത്താക്കന്മാർ, ക്രിസ്തുവിനോടുള്ള ആദരത്താൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ ഭർത്താക്കന്മാരോട് കർത്താവിനോടെന്ന പോലെ ആയിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു സഭയുടെ ശിരസായിരിക്കുന്ന പോലെ പുരുഷൻ ഭാര്യയുടെ ശിരസാണ്, യേശു തന്നെ ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയയായിരിക്കുന്നത് പോലെ ഭാര്യമാരും എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ പ്രതി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അത് ജലം കൊണ്ടുള്ള സ്നാനം വഴി അവളെ ശുദ്ധീകരിച്ച് വചനത്തിൽ വിശുദ്ധീകരിക്കേണ്ടതിനാണ്. അങ്ങനെ അവൻ മഹത്വപൂർണയായ സഭയെ കറയോ ചുളിവോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഇല്ലാത്തവളായി തനിക്ക് തന്നെ സമ്മാനിക്കാൻ പരിശുദ്ധയും കളങ്കരഹിതയുമാക്കാനാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ
സ്വന്തം ശരീരമെന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. പ്രത്യുത ക്രിസ്തു സഭയെ എന്ന പോലെ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നമ്മൾ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും രണ്ടുപേരും ഒരു ശരീരമാവുകയും ചെയ്യും. ഇത് ഒരു മഹത്തായ രഹസ്യമാണ്. ഞാനിത് പറയുന്നത് ക്രിസ്തുവിനോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോരുത്തരും ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. എഫേസോസ് അധ്യായം 6. മക്കളും മാതാപിതാക്കന്മാരും. കുട്ടികളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കർത്താവിൽ അനുസരിക്കുവിൻ. ഇത് തീർച്ചയായും യുക്തമാണ്. നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഇതാണ് വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന. നിനക്ക് ക്ഷേമവും ഭൂമിയിൽ ദീർഘായുസ്സും ഉണ്ടാകാനാണിത്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത്. പ്രത്യുത ശിക്ഷണത്തിലും കർത്താവിലുള്ള പ്രബോധനത്തിലും അവരെ വളർത്തുക. അടിമകളും ഉടമകളും. അടിമകളെ, ക്രിസ്തുവിനെ എന്ന പോലെ നിങ്ങളുടെ ഭൗതിക യജമാനന്മാരെ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയിൽ അനുസരിക്കുവിൻ. കൺമുമ്പിൽ മാത്രം സേവ ചെയ്ത് മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെയല്ല, മറിച്ച് ഹൃദയപൂർവ്വം ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുന്ന ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെയാകുവിൻ. മനുഷ്യർക്കെന്ന പോലെയല്ല, കർത്താവിനെന്ന പോലെ നല്ല മനസ്സോടെ സേവനം ചെയ്യുവിൻ. ഓരോരുത്തനും, അടിമയാകട്ടെ സ്വതന്ത്രനാകട്ടെ, നന്മ ചെയ്താൽ കർത്താവിൽ നിന്ന് പ്രതിഫലം സ്വീകരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. യജമാനന്മാരെ, ഭീഷണി ഉപേക്ഷിച്ചുകൊണ്ട് ഇവ തന്നെ നിങ്ങളും അവരോട് ചെയ്യുവിൻ. അവരുടെയും നിങ്ങളുടെയും കർത്താവ് സ്വർഗത്തിലാണെന്നും അവിടത്തേക്ക് മുഖം നോട്ടമില്ലെന്നും അറിഞ്ഞുകൊള്ളുവിൻ. ആത്മീയ സമരം. അവസാനമായി, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്താർജിക്കുവിൻ. പിശാചൻ്റെ കുതന്ത്രങ്ങൾ ചെറുക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധങ്ങളും ധരിക്കുവിൻ. കാരണം നമ്മുടെ പോരാട്ടം മാംസത്തിനും രക്തത്തിനുമെതിരെയല്ല, പ്രത്യുത പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾക്കും ആകാശങ്ങളിലെ തിന്മയുടെ അരൂപികൾക്കും എതിരെയാണ്. അതിനാൽ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാം ചെയ്തു തീർത്ത് നിവർന്നു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധങ്ങളും ധരിക്കുവിൻ. ആകയാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനൊരുക്കമായി പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന എല്ലാ കൂരമ്പുകളെയും കെടുത്താൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പിയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളും എടുക്കുവിൻ. നിരന്തരം പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെല്ലാ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാകുക. അതിനായി സ്ഥിരതയോടും യാചനയോടും കൂടെ എല്ലാ വിശുദ്ധരെയും പ്രതി ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. ഞാൻ അധരം തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടാനും സുവിശേഷത്തിൻ്റെ രഹസ്യം സധൈര്യം അറിയിക്കാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സുവിശേഷത്തെ പ്രതി ബന്ധനസ്ഥനായ സ്ഥാനപതി എന്ന നിലയിൽ കടപ്പെട്ടിരിക്കുന്ന പോലെ സധൈര്യം പ്രസംഗിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഉപസംഹാരം. ആശംസ. ഞാൻ എങ്ങനെയായിരിക്കുന്നെന്നും ഞാൻ എന്തു ചെയ്യുന്നെന്നും നിങ്ങളും അറിയേണ്ടതിന് പ്രിയപ്പെട്ട സഹോദരനും കർത്താവിൽ വിശ്വസ്ത സേവകനുമായ തിക്കിക്കോസ് എല്ലാം നിങ്ങളെ അറിയിക്കും. ഇതിനുവേണ്ടി തന്നെയാണ് അവനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെക്കുറിച്ചുള്ളവ നിങ്ങൾ അറിഞ്ഞ് അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആശ്വാസം പകരട്ടെ. സഹോദരന്മാർക്ക് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അനന്തമായി സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപ ഉണ്ടായിരിക്കട്ടെ. സുഭാഷിതങ്ങൾ അധ്യായം 29 വാക്യങ്ങൾ 22 മുതൽ 24 വരെ. രോഷാകുലൻ കലഹം ഇളക്കിവിടുന്നു, ക്രോധശീലൻ ഏറെ അതിക്രമവും. മനുഷ്യൻ്റെ അഹങ്കാരം അവനെ അധപ്പതിപ്പിക്കും, അരൂപിയുടെ വിനയം മഹത്വത്തെ പിന്തുണയ്ക്കും. കള്ളനുമായി പങ്കുചേരുന്നവൻ സ്വന്തം ആത്മാവിനെ വെറുക്കുന്നു, അവൻ ശാപം കേൾക്കും എന്നാൽ വെളിപ്പെടുത്തുകയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് 348 ദിവസം. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 27 അധ്യായവും എഫേസോസ് ലേഖനത്തിൻ്റെ 4 മുതൽ 6 വരെയുമാണ് നമ്മൾ വായിച്ചത്. ദീർഘമായി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ഭാഗങ്ങളാണിതെല്ലാം. അപ്പോൾ എത്ര ചുരുങ്ങിയ സമയമാണ് നിങ്ങൾക്കുള്ളത്, എനിക്കുള്ളത്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനുള്ളത്. അതുകൊണ്ട് പല കാര്യങ്ങളും പറയാത്തതിൻ്റെ ഒരു ശ്വാസമുട്ടൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്.
ഇതൊക്കെ എത്രയോ സമയമെടുത്ത് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഭാഗങ്ങളാണ്. റോമിലേക്ക് അപ്പസ്തോലനായ പൗലോസ് കപ്പൽ യാത്ര നടത്തുന്നു. റോമിലേക്ക് വിചാരണയ്ക്കായി, ഉപരിവിചാരണയ്ക്കായി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു തടവുകാരനായി റോമിലേക്ക് കൊണ്ടുപോകുന്നത്. യാത്രക്കിടയിൽ കപ്പൽ തകരുന്നതും അവർ ഒരു ദ്വീപിലേക്ക് നീന്തി കയറുന്നതും നമ്മൾ വായിക്കുന്നുണ്ട്. വായിക്കുമ്പോൾ നീന്തി കയറി എന്നൊക്കെ പറയുമ്പോൾ അതത്ര ലാഘവത്തോടെ ചെയ്തു എന്നൊക്കെ ഒരു തോന്നലുണ്ടാവാം. ഞാൻ ഈ പൗലോസ് അപ്പസ്തോലൻ നീന്തി കയറിയ മാൾട്ടയിലെ ആ ഭാഗത്ത് പോയി നിന്ന് കണ്ടിട്ടുണ്ട്. അത് വളരെ ദൂരമുള്ള ഒരു കടലിലൂടെയുള്ള നീന്തിയുള്ള യാത്രയായിരുന്നു. മാത്രമല്ല കൊടും തണുപ്പ്. ഞാൻ ഒത്തിരി പുതച്ചും ജാക്കറ്റിട്ടും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കവചങ്ങളൊക്കെ ധരിച്ചും പോയി നിന്നിട്ടും വല്ലാതെ വിറച്ച് നിന്ന ഒരു രാത്രി ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തടവുകാരനായി ഭക്ഷണം ഒരു 10-14 ദിവസത്തോളം ഭക്ഷണമൊന്നും കഴിക്കാതെ, വേണ്ടത്ര ആവശ്യത്തിനുള്ള തണുപ്പകറ്റാനുള്ള സംരക്ഷണ കവചങ്ങളൊന്നുമില്ലാതെ അപ്പസ്തോലനായ പൗലോസ് ഐസ് പോലെ കിടക്കുന്ന, ആ മഞ്ഞ് തണുത്തുറഞ്ഞ് കിടക്കുന്ന വിധത്തിലുള്ള ഈ തണുത്ത വെള്ളത്തിലൂടെ ആ രാത്രി നീന്തി മാൾട്ടയിലേക്ക് നീന്തി കയറിയ രംഗം എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. എന്ന് വെച്ചാൽ അപ്പസ്തോലന്മാർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ സുവിശേഷത്തിൻ്റെ ഒരു പൊന്നാണയം നമ്മുടെ കൈകളിലേക്ക് വെച്ച് തന്നത്. ഒരുപക്ഷെ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് നമ്മൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നോർക്കുമ്പോൾ സത്യത്തിൽ ഒത്തിരി കുറ്റബോധം അല്ലെങ്കിൽ പാപബോധം നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ ഓർക്കുമ്പോൾ സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോകുന്ന അനുഭവങ്ങളാണ് അതെല്ലാം. സഭയിലെ വിവിധങ്ങളായ ശുശ്രൂഷകളെക്കുറിച്ച് എഫെസോസ് ലേഖനത്തിൽ വായിച്ചു. അപ്പസ്തോല ശുശ്രൂഷ, പ്രബോധന ശുശ്രൂഷ, സുവിശേഷകൻ്റെ ശുശ്രൂഷ, ഇടയൻ്റെ ശുശ്രൂഷ. അപ്പോൾ ഇതെല്ലാം വിവിധങ്ങളായ ശുശ്രൂഷകളായിട്ടാണ്. കർത്താവ് ഓരോ തരത്തിലാണ് ഓരോരുത്തരെ സഭയിൽ തൻ്റെ അവയവത്തെ പണിതുയർത്താൻ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ പക്വതയിലേക്ക് വളരാൻ വേണ്ടിയുള്ള ശുശ്രൂഷകളാണ്, ദൈവജനത്തെ വളർത്താനുള്ളതാണ്, സ്വയം വളരാനുള്ളതല്ല എന്ന് എപ്പോഴും ദൈവശുശ്രൂഷകർ ഓർമ്മിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എല്ലാ വിധത്തിലും ശിരസായ ക്രിസ്തുവിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താണ് ക്രിസ്തീയ ജീവിതയാത്ര? നമ്മൾ ആരിലേക്കാണ് വളരുന്നത്? നമ്മൾ ആരായിട്ടാണ് മാറുന്നത്? നമ്മുടെ ഈ ലോകത്തിൻ്റെ പ്രഭുവായി മാറാനുള്ള യാത്രയല്ലത്. ഈ ലോകത്തിലെ നേട്ടങ്ങൾ കൈവശപ്പെടുത്താനുള്ള യാത്രയല്ലത്. നമുക്ക് ഒറ്റ ആദർശ രൂപമേ ഉള്ളൂ, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശു. ആ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും വളരണം. ഓരോ ദിവസവും ആത്മശോധന ചെയ്യാൻ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ ജീവിതത്തിൽ: ഞാൻ എത്രമാത്രം യേശുവിലേക്ക് ഇന്ന് വളർന്നിട്ടുണ്ട്, യേശുവായി മാറിയിട്ടുണ്ട്? അതിന് അപ്പസ്തോലൻ നിർദ്ദേശിക്കുന്ന ഒരു നല്ല മാർഗമാണ് മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടണം എന്നത്. അതായത് ആത്യന്തികമായി നമ്മുടെ ജീവിതത്തെ പരാധീനതയിലാക്കുന്നത് നമ്മുടെ മനസ്സാണ്, ചിന്തകളാണ്. മനസ്സ് പലപ്പോഴും പഴയതാണ്, നവീകരിക്കപ്പെടാത്തതാണ്. അതായത് ഈ ലോകത്തിൻ്റെ ചിന്തകളാണ് പലപ്പോഴും ഒരു പഴയ മനുഷ്യൻ്റെ മനസ്സിൽ ഉള്ളത്. അത് ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട ഒരു മനസ്സായി മാറണം. നമ്മൾ മറ്റൊരിടത്ത് വായിച്ചതുപോലെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു എന്ന് കൊരിന്തോസ് ലേഖനത്തിൽ പറഞ്ഞ പോലെ, ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്ന ആ മനസ്സിന് ചേർന്ന ചിന്തകൾ രൂപപ്പെടുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും വളരാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്നൊരു ഭാഗം വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പാപങ്ങളായി പറഞ്ഞിരിക്കുന്നത് ഏത് പാപങ്ങളാണെന്ന് ശ്രദ്ധിച്ചോ? ദൂഷണം, അട്ടഹാസം, ക്രോധം, അതായത് നാവിൻ്റെ ദുരുപയോഗമാണ്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പാപം ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് നാവിൻ്റെ ദുരുപയോഗമാണ്. പിന്നെ നമുക്കറിയാം ആത്മീയ സമരത്തെക്കുറിച്ചുള്ള പ്രതിപാദനം. അത് ഒത്തിരി മനസ്സിരുത്തി വായിക്കേണ്ടതാണ്. നമുക്ക് ആയുധങ്ങൾ ധരിക്കണം. ക്രിസ്തീയ ജീവിതത്തിന് സംരക്ഷണത്തിന് ആയുധങ്ങൾ ധരിക്കണം. അപ്പോൾ സത്യം കൊണ്ട് അരമുറുക്കണം. അവിടെ സത്യം എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. അതുപോലെ നമ്മൾ രക്ഷയുടെ പടത്തുപ്പി അണിയണം. നമ്മൾ രക്ഷിക്കപ്പെട്ടതെങ്ങനെയാണ് എന്ന അവബോധം നമ്മുടെ ശിരസിൽ ഉണ്ടാവണം. സമാധാന സുവിശേഷത്തിൻ്റെ സന്നദ്ധതയാകുന്ന പാദരക്ഷകൾ ധരിക്കണം. അതായത് സുവിശേഷം പറയാൻ എപ്പോഴും റെഡിയായിരിക്കണം. അതും ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ സംരക്ഷണമാണ്. വിശ്വാസത്തിൻ്റെ പരിച എടുക്കണം. ശത്രു നമ്മളെ പരാജയപ്പെടുത്താനുള്ള അമ്പുകൾ അയക്കുമ്പോൾ
അതിനെ പ്രതിരോധിക്കുന്നത് വിശ്വാസത്തിൻ്റെ പരിച കൊണ്ടാണ്, യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പരിച കൊണ്ടാണ്. പിന്നെ ഒറ്റ ആയുധം മാത്രമേ അങ്ങോട്ട് ആക്രമിക്കാൻ പറയുന്നുള്ളൂ, അത് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കണം എന്നാണ്. ഈ വാളാണ്, വചനമെന്ന വാള് നമ്മുടെ ഹൃദയത്തിലും അധരത്തിലും ഉണ്ടാകണം. നിങ്ങളുടെ ഹൃദയം മുഴുവൻ, ഒരു വർഷം മുഴുവൻ വായിച്ച വചനങ്ങളാണ് എന്ന് എനിക്കറിയാം. നമ്മൾ എത്ര നന്ദി പറഞ്ഞാലായി. നിങ്ങളെ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ നിങ്ങളെ ഭൂരിപക്ഷം പേരെയും കണ്ടിട്ടില്ല, കാണാനിടയില്ല, കണ്ടാൽ തിരിച്ചറിയണമെന്നുമില്ല. പക്ഷേ എനിക്കറിയാൻ പാടില്ല, എന്തോ ഒരു സവിശേഷമായ ബന്ധം നിങ്ങൾ കാണാത്തവരിടത്തിരുന്ന്, ഒരുപക്ഷെ എനിക്കറിയാത്തവരിടത്തിരുന്ന്, ഒരുപക്ഷെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അറിയാൻ സാധ്യതയില്ലാത്തവരിടത്തിരുന്ന് ഈ വചനം എന്നോടുകൂടെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ ആത്മാവിലെ ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിലെത്താൻ ദൈവം നമുക്ക് കൃപ തരുമ്പോൾ അവിടെ വച്ച് നമുക്ക് ആ പരിചയങ്ങൾ പുതുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.